ഹായ്, എല്ലാവർക്കും വിജയനപുരം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അശോല ലാൻഡ് ചീറ്റ ചേസിൽ കൊണ്ടോടിയുടെ ലക്ഷറ മോഡലിൽ പണിയെടുപ്പിച്ചിട്ടുള്ള കോട്ടയം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബീന ട്രാവൽസിൻ്റെ പുതിയ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ ബസ് റിവ്യൂ ചെയ്യണമെന്ന് കുറേ പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ബസ് റിവ്യൂ ചെയ്യുന്നത്. കോട്ടയത്ത് വന്നുകൊണ്ട് ബസ് നമ്മുടെ കൈ കിട്ടിയുകൊണ്ട് നമ്മളിന്ന് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ കൊണ്ടോടിയുടെ വിവിധ മോഡലിലുള്ള പല കാലഘട്ടങ്ങളിലെ കൗളുകളുള്ള ബസ്സുകൾ കാണാം. അവിടെ കൊണ്ടോടിയാണ് ഇവിടെ മെയിൻ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നത് കൊണ്ടോടിയുടെ പുതിയ നമ്മൾ സെൻറ്റ് സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇറങ്ങിയിരുന്ന ആ കൗൾ ലുക്കിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ബീന. വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കിയാൽ ബീന എന്നുള്ള പേര് എഴുതിയിരിക്കുന്നത് ഉള്ളിൽ വാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. രാത്രി ലൈറ്റ് ഉണ്ട്, കത്തുന്നതാണ്. മുകളിൽ 2 ടോപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബോർഡ് കാണാം, പാലാ കോട്ടയം റൂട്ടാണ് സർവീസ് നടത്തുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് കൗൾ ലുക്കിലേക്ക് വരുമ്പോൾ കൊണ്ടോടി സാധാരണ ഈ ഗ്രിൽ പോർഷൻ്റെ ചുറ്റുമുള്ള പോർഷൻസൊക്കെ വേറൊരു കളറിലാണ് ചെയ്യാറുള്ളത്. സിൽവർ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് ബ്ലാക്കിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ആ പോർഷൻ ഫുള്ള് താഴെയും ബ്ലാക്ക് പോർഷനിലാണ് ആ പോർഷൻസൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബീന ഗ്ലാസിൻ്റെ താഴെയായിട്ട് ബീന ട്രാവൽസ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനും ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് കേട്ടോ. അതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ബീന ട്രാവൽസ് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു കട്ടിയുള്ള ഒരു ഇതിലാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റിക്കറല്ലത്, ഒരു ലെറ്റർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചേക്കാണ്. ഇതിൻ്റെ നമ്പർ 05BA812 എന്നുള്ളതാണ്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. വണ്ടിയുടെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ചീറ്റയുടെ ഫുൾ സ്പെസിഫിക്കേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സൈഡ് ലുക്കിൽ നോക്കിയാൽ ഇവിടെ സിൻസ് 1959 ഇവിടെ സ്റ്റാർട്ട് ചെയ്ത വർഷം കൊടുത്തിട്ടുണ്ട്. വീലിൻ്റെ സൈസ് വരുന്നത് 295/80R 22.5 സൈസിലുള്ള ബ്രിഡ് സ്റ്റോൺ ടയർസാണ് വെച്ചിട്ടുള്ളത്. വീലാർച്ചൊക്കെ റബ്ബറിൻ്റെ ബീഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡ്രൈവർ ഡോർ പോർഷൻ അവിടെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗ്ലാസ് പോർഷനിലേക്ക് നോക്കിയാൽ ഗ്ലാസ് പോർഷൻ കൂടാതെ താഴേക്കൊരു ചെറിയൊരു ബ്ലാക്ക് പോർഷൻ ഒരു അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോർഷൻ ഇവർ പെയിൻറ്റിങ്ങിൽ ഇത്രയും പോർഷൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് താഴെ സ്റ്റിക്കർ നമ്മുടെ റിഫ്ലക്ഷൻ സ്റ്റിക്കർ കൊടുത്തേക്കാണ്. അതുകൂടാതെ ഒരു വൈറ്റിലൊരു സംഭവം കൂടെ ഇങ്ങനെ ഫ്രണ്ട് കവള് തൊട്ട് സൈഡിലോട്ട് കയറി അതൊരു ആ ഒരു ഇവരുടെ പ്രാവിൻ്റെ ആ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോഡലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ലക്ഷറ SDX എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിലെ മറ്റ് ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്നൊരു ഡിസൈൻ എന്ന് പറയുന്നത്. ബീനയുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിങ്, ആഡ് ബ്ലൂ ടാങ്കിൻ്റെ ഓപ്പണിങ്, എമർജൻസി എക്സിറ്റ്, വിൻഡോ, എമർജൻസി എക്സിറ്റ്, ഡോർ പോർഷൻ, ഒരു സ്റ്റെപ്പ് മാത്രമേ താഴെ കൊടുത്തിട്ടുള്ളൂ. വീൽ കപ്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കുമ്പോൾ ലക്ഷറയുടെ പുതിയ മോഡലിൻ്റെ ബാക്ക് ലുക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റിക്കറും ആ ഒരു ലെറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുള്ള ടൈപ്പുള്ള സ്റ്റിക്കറാണ്. സ്റ്റിക്കർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കട്ടിയുള്ളൊരു സംഭവം കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോട്ടയം നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പർ കാര്യങ്ങൾ കാണാം. താഴെ സെൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻട്രലായിട്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ ഒരു ബ്ലാക്ക് പോർഷനിലാണ് ആ റിഫ്ലക്ടർ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ഗ്ലാസ് പോർഷനിൽ നോക്കുമ്പോൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ആ സിൽവർ എല്ലാം ഒഴിവാക്കിയിട്ട് ഫുള്ള് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഗ്ലാസ് പോർഷൻ അത്രയും ഫുള്ള് ബ്ലാക്കാണ് ചെയ്തേക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ട് ഫുള്ള് ബ്ലാക്കിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്.
ഇവിടെ റൗണ്ടഡ് ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അതും ആ ഒരു റെഡ് പോർഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ചുറ്റുമുള്ള ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബാക്ക് ലുക്ക്. മുകളിലായിട്ട് സിൻസ് 1915 അത് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് നോക്കിയാലും ഇതാ ഇവിടെ എല്ലാം ബോഡി പെയിൻറ്റിങ് തന്നെയാണ് സ്റ്റെപ്പിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. അതുപോലെ എമർജൻസി ഓപ്പണിംഗ് സ്വിച്ച്, വീണയുടെ പേര്. ഇവിടെ ബാറ്ററി ബോക്സിൻ്റെ ഓപ്പണിംഗ് ഇതാ ഈ ഒരു പോർഷനാണ് വരുന്നത്. ഫ്രണ്ട് ഡോറിന് ഇപ്പുറത്തായിട്ടും എമർജൻസി ഓപ്പണിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ആ ഫ്രണ്ടിൽ നിന്നുള്ള വൈറ്റ് ഡിസൈൻ ഇങ്ങനെ കയറി പോയിട്ടുണ്ട്. മിറർ, ഈ ഒരു സൈഡത്തെ മിറർ ഇവിടെ കാണാം. അഡീഷണൽ കൊമ്പുകളും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഡ്രൈവർ ക്യാബ് എന്നുള്ള ലുക്ക്. ഇതാ ലൈലൻഡിൻ്റെ അടിപൊളി സ്റ്റിയറിംഗ് വീലുകളൊക്കെ കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എല്ലാം ഒരു മാറ്റ് ബ്ലാക്കിൽ അല്ല, ചെറിയൊരു ഗ്ലോസിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് ഇവിടെ. സ്വിച്ച്, നമ്മുടെ പവർ സ്വിച്ച് കാര്യങ്ങളുള്ള ബാക്കിയുള്ള സ്വിച്ച് എല്ലാം ഉണ്ട് ഇവിടെ. ഡോറിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ച് ഉണ്ട് ഇവിടെ. മൈക്ക് ഇത് അവിടെ വരുന്നുണ്ട്, അത് കവർ ചെയ്തിട്ടേക്കാണ്. റിവേഴ്സ് ക്യാമറയുടെ ഒക്കെ മോണിറ്ററൊക്കെ കാണാം. ഗിയർ ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈലൻഡിൻ്റെ മനോഹരമായ ബോണറ്റ് പോർഷൻ. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് എയർ വെന്റിലേഷൻ ഡ്രൈവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാനുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഹാമർ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോഴേ ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ക്ലോക്ക് ഉണ്ട്. അതുപോലെ ഈ ഒരു പോർഷനാണ് ആ ലൈറ്റ് വെച്ചിരിക്കുന്നത്. അത് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് കവറിങ് ആണ്. താഴെ കണ്ടില്ലേ, സീൽ ചെയ്ത്, താഴെ സീൽ ചെയ്തിട്ടുണ്ട്. വൈഫൈയുടെ മോഡം കാണാം. ഉള്ളിലേക്കുള്ള CCTV ക്യാമറ, എമർജൻസി അലാറം ലൈറ്റ്. ഇത് നമ്മുടെ ലൈലൻഡ് ചീറ്റയുടെ ബോണറ്റ് ഏരിയ. ബൈക്കിങ്ങിനായിട്ടും കുറച്ച് നീളം കുറഞ്ഞ ബോണറ്റ് ഏരിയ ആണ്. ഇവിടെ ടൂൾ ബോക്സിനായിട്ടൊരു പെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ റൂഫിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതാ ACP ടൈപ്പ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഫുള്ളൊരു ഒറ്റ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ആ എൻഡ് ടു വരെയൊക്കെ ഒറ്റ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു മാറ്റ് ടൈപ്പാണ്. പക്ഷേ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ മാറ്റ് ടൈപ്പ് സ്റ്റീല വർക്കാണ് ഇതിൻ്റെ സൈഡ് പോർഷനിലായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ബക്കറ്റ് ടൈപ്പ് നല്ല അടിപൊളി സീറ്റ് കാണാം. 38 ആണ് വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. ഒരു ഇവിടെ ആയിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറുടെ ക്യാബിൻ സെപ്പറേഷൻ, ഇവിടെ പ്ലഗ് പോയിൻറ്റ്, മൊബൈൽ ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ടിക്കറ്റ് മെഷീനൊക്കെ വെക്കാനുള്ളൊരു ചെറിയൊരു ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലെ എമർജൻസി എക്സിറ്റ് വിൻഡോ ഈ ഒരു പോർഷനിൽ കാണാം. ഹാമർ ഉണ്ട് അവിടെ. സൈഡിലുള്ളത് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അവിടെയും ഹാമർ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിലായിട്ടും മാറ്റ് ടൈപ്പുള്ള ക്രോമാണ് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇതാ വലിയൊരു എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന് ശേഷം ഈ ഒരു പോർഷനിലും എയർ വെന്റിലേഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം കാറ്റ് ഇതിനുള്ളിലേക്ക് കയറുന്നതാണ്. അതുപോലെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. നമുക്ക് ഈ ക്രൂവിനെ കൂടെ പരിചയപ്പെടാം. ഡ്രൈവർ പേര് സന്തോഷ്, വീട് മണ്ടാടുപള്ളി അല്ലേ. കണ്ടക്ടർ ബിനു മാത്യു, വീട് വെളിച്ചേനി. ഓക്കെ. ഇനി ഇതാ ബാക്കിലായിട്ട് ഒരു CCTV ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ സീറ്റ് വെച്ചിട്ട് ഫുൾ ലെങ്ത് സീറ്റ് ബാക്കിൽ വന്നിട്ടുണ്ട്. താഴെയായിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബീന ട്രാവൽസിൻ്റെ പുതിയ കൊണ്ടോടി നിർമ്മിത ബസ്സിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ ബസ്സുകളുടെ വിശേഷമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ഡിജിലംബോ.